പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന വൺ ഓഫ് ദ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റെയറിംഗ് ആണ്. വഴിക്കൂടി നടന്നു പോകുമ്പോൾ ആൾക്കാർ സ്റ്റെയർ ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുറച്ച് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ള പെൺകുട്ടികളെയാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്രസ്റ്റ് സൈസ് കുറയ്ക്കുമ്പോൾ ആ റിഡക്ഷൻ സർജറിയെ പറ്റിയുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് ആണ്. ഫസ്റ്റ് ആൾക്കാർ ചോദിക്കുന്നത് ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുന്നത് ഗ്രന്ഥിയുടെ കുറച്ച് ഭാഗം എടുത്തു കളയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശരീരത്തിൽ ഹോർമോൺ ഇഷ്യൂസ് വരുമോ എന്നുള്ളത്. എന്നാൽ ബ്രസ്റ്റിന് ഹോർമോൺ സെക്രീഷനായിട്ട് ബന്ധമൊന്നുമില്ല. ബ്രസ്റ്റിൽ നിന്ന് ഹോർമോൺസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്താൽ ഹോർമോണൽ ഇഷ്യൂസോ അത് കാരണം എല്ലിന് തേയ്മാനോ അല്ലെങ്കിൽ മെനോപോസോ അങ്ങനത്തെ യാതൊരു ഫീച്ചേഴ്സും ഉണ്ടാവുന്നില്ല. രണ്ട്, ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ തന്നെ ബ്രസ്റ്റ് വലുതാവുമോ എന്നുള്ളത്. എന്നാൽ നമ്മൾ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യുന്ന എന്താണ്, ഗ്രന്ഥിയാണ് എടുത്തു കളയുന്നത്. ഗ്രന്ഥി പിന്നെ തിരിച്ചുണ്ടാവുന്നില്ല. അത് എടുത്തു കളഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് എടുത്തു കളയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും പ്രഗ്നൻസി പോലെ അങ്ങനെയൊന്നും സംഭവിക്കാത്തടത്തോളം കാലം പിന്നെയും അതേപോലെ ബ്രസ്റ്റ് സൈസ് കൂടാൻ ചാൻസ് ഇല്ല. എന്നാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 30 അല്ലെങ്കിൽ 40 കിലോഗ്രാംസ് വെയിറ്റ് കൂടി എന്ന് വിചാരിക്കുക. നാച്ചുറലി ബോഡി കംപ്ലീറ്റ് സെൽസ് ഇങ്ങനെ ഫാറ്റ് സെൽസ് വലുതാകുന്ന പോലെ ഈ ബ്രസ്റ്റിന്റെ ഫാറ്റ് സെൽസും വലുതാവും. പക്ഷേ അതനുസരിച്ച് തന്നെ ആ വെയിറ്റ് കുറയുമ്പോൾ അത് ചെറുതാകുകയും ചെയ്യും. എന്നാൽ അതല്ലാത്തടത്തോളം കാലം ബ്രസ്റ്റ് സൈസ് പണ്ടത്തെ പോലെ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബ്രസ്റ്റ് ഇത് ചെയ്താൽ പിന്നെയും അതുപോലെ ആവും എന്നുള്ള പേടി കാരണം സർജറി ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല.